ആരാ? നിന്റെ കെട്ടിയോൻ. വെറുതെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ല, ഞാൻ ഈ വീട്ടില് എന്റെ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. അവിടെ വന്നിട്ട് എന്റെ കെട്ടിയോന്ന് പറയാൻ താൻ ആരാടോ? ചേട്ടാ ചേട്ടാ എടി എന്താണ് കാര്യം? എനിക്കറിയാൻ പാടില്ല ചോദിക്കുക, താൻ ആരാണ് എന്നെ കെട്ടിയോൻ കെട്ടിയോന്ന് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്? എടി നിന്റെ കെട്ടിയോനാണെന്ന് നിനക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ? ഇല്ല. നീ രാവിലെ എന്റെ മുതുകത്തിട്ട് ചവിട്ടിയാ ദേ ആ പാടാണത്. നിങ്ങളെന്താ ഈ കോലത്തിലെന്ന്? ഹായ് ബേബി, ഐ ആം പൂക്കി കിഡ്സ്. 70 വയസ്സായി കിഡ്സ്. എടി കാലം മാറുമ്പോ നമ്മള് കോലവും മാറണം, മനസ്സിലാവണല്ലേ? അല്ലെങ്കിൽ നീയൊക്കെ എന്നെ തന്ത വൈബെന്ന് വിളിക്കും. എല്ലാടി തള്ളേ. എന്നെ തള്ളേന്ന് വിളിച്ചാലോ? പിന്നെ തള്ളനെ തള്ളേന്നല്ലാണ്ട് തള്ള വൈബിനെ പിന്നെ വേറെ എന്ത് വിളിക്കോടി? തള്ളനെ കയറി പുള്ളേന്ന് വിളിക്കാൻ പറ്റുമോ? എടി കാലം മാറി, ഇപ്പൊ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തില് 9 വയസ്സ് മുതൽ 20 വയസ്സ് വരെ അവന് ബാല്യമാണ്. 20 വയസ്സ് മുതൽ 32 വയസ്സ് വരെ അവന് കൗമാരമാണ്. 32 വയസ്സ് മുതൽ 68 വയസ്സ് വരെ അവന് യൗവനമാണ്. അതിനുശേഷമാണ് വാർദ്ധക്യം വരുന്നുള്ളൂ. അപ്പൊ കണക്ക് പ്രകാരം ഞാൻ ഇപ്പോഴും യൗവനത്തിലാണ്. നിങ്ങൾ ചെന്നിട്ടേ ആ ചുമയുടെ സിറപ്പ് എടുത്ത് കുടിക്കുക. ചെല്ലു പോ. അതെ, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയേക്കരുതില്ലേ? ഒന്നും കഴിച്ചിട്ടില്ല. നീ നമ്മുടെ സർവന്റ് മിനിനോടെ എനിക്കൊരു ചായ ഇട്ട് തരാൻ പറ. അവളെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. അവള് ഇന്നലെ വന്നല്ലേ ഉള്ളു, ഇന്നത്തെ പറഞ്ഞു വിട്ടത്. അവളോട് ഞാൻ ചോദിച്ച് നിനക്ക് എന്താ ഇഷ്ടമെന്ന്. അപ്പൊ അവൾ എന്നോട് തിരിച്ചു ചോദിക്കുക, ചേച്ചിക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതാണ് എന്റെ ഇഷ്ടമെന്ന്. അല്ല ബ്രോ, അതിന് അവളെ പറഞ്ഞു വിട്ട കാര്യം എന്താണ് ബ്രോ? എനിക്ക് എന്താണ് ഇഷ്ടം? എനിക്കിഷ്ടം എന്റെ ചേട്ടനെ അല്ലേ. ഞാൻ ഇതെങ്ങാനും ചെന്ന് അവളോട് പറഞ്ഞാൽ നമുക്കും ചേട്ടനെ ഇഷ്ടമാവത്തില്ലേ? അത് ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടു. എന്റെ മിനി, എന്റെ ലില്ലി മാറിപ്പോയതാണ്. നീ ഇങ്ങനെ സില്ലി ആവല്ലേ. ഈ ലില്ലിയുടെ ഒരു കാര്യം, പല്ലി വിളിയേക്കണത്. ഞാൻ ലില്ലി എന്നാണ് വിളിച്ചത്, അതിനെന്തിനാണ് ഈ പല്ലിയൊക്കെ നിന്ന് വിളിയേക്കണത്? വല്ലാത്ത കഷ്ടമാണ്. എന്തായാലും ഇനി ഇവിടെ ഒരു വേലക്കാരി വേണ്ട. വേലക്കാരി വേണ്ടാത്ത എന്നാ പിന്നെ നമുക്ക് റോബോട്ടിനെ വെക്കാം. റോബോട്ടിനെ വെക്കാനൊക്കെ കൊള്ളാം, പക്ഷെ പ്രായമുള്ളൊരു റോബോട്ടിനെ വെച്ചാൽ. അതും പ്രായമുള്ള റോബോട്ടാ? നിനക്കപ്പോഴും എന്റെ സംശയം മാറൂല്ലേ? പ്രായമുള്ള റോബോട്ടെങ്കിൽ പ്രായമുള്ള റോബോട്ട് ഓക്കെ. അത് മതി, അത് മതി, അത് മതി. നിങ്ങളാള് കൊള്ളാല്ല. പ്രായമുള്ള റോബോട്ട് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തായിരുന്ന? ഇത് റോബോട്ടല്ല, പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ ഗിൽബർട്ട്. എന്തുവാ വീണത്? ഗിൽബർട്ട് എന്ന് പറഞ്ഞപ്പോഴാ അവന്റെ സെറ്റ് വലുത്. എടുത്തു നീ എന്നെ കൊണ്ട് എന്റെ പേര് പറയിപ്പിക്കരുത്. നീ പറഞ്ഞാ മതി കേട്ടാ. നീ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞോളാം. ഭയങ്കര ബുദ്ധിമുട്ടാത്. അല്ല ബ്രാബ്രോ. ബ്രാബ്രോ എന്ന് ഞാൻ വിളിക്കുള്ളൂ. പിന്നെ ഒരു ബ്രഹ്മത്തിന് എന്നല്ലേ. അപ്പൊ ഞാൻ ബ്രായിന്ന് ആദ്യത്തെ സാധനം മാത്രമേ ഇനി ബാക്കിയൊക്കെ ഞാൻ ഉപേക്ഷിക്കും. ആവശ്യമില്ലാണ്ട് ബ്രാബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആ സെറ്റ് വലിയ തെറിച്ചു പോട്ടാ. ഇല്ല, ബ്രാബ്രോ എന്ന് പറഞ്ഞാൽ സെറ്റ് വലിയ തെറിച്ചു പോകില്ല. അതെന്താണ് പോവാത്തത്? അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. എങ്ങനെ? ബ്രായ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുമെങ്കിലും ബ്രോ എന്ന് പറയുമ്പോ അകത്തേക്ക് വരില്ല. അപ്പൊ പ്രശ്നമില്ല. നിങ്ങളും കൊള്ളാം, നിങ്ങളുടെ കൂട്ടുകാരനും കൊള്ളാം. രണ്ടും കണക്ക് തന്നെ. അതെ ബ്രോ, എത്ര നാളായി എന്റെ ബ്രോ ഫ്രീക്കെ കണ്ടിട്ട്. എന്നിട്ട് എന്താണ്, എവിടെയാണ്, എന്ത് ചെയ്യണം? നീ മൂക്കിയല്ലേ? മൂക്കിയല്ല, പൂക്കി. അല്ല നീ എന്ത് ചെയ്യണ്ട അത് പറ. നമ്മളിപ്പോ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണോ? ഷോർട്ട് ഫിലിമാ? കഴിഞ്ഞ ആഴ്ച നീ വിളിച്ചപ്പോ പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്. സിനിമയുടെ ആയിരുന്നാ? എന്നിട്ട് അത് ചെറിയൊരു സീനായി. നമ്മ അത് പിന്നെ ഇതിന് വിടൂല, സെൻസറിങ്ങിന് വിട്ട്. ഇത് എവിടെ നോക്കണം. സെൻസറിങ്ങിന് വിട്ടപ്പോഴത്തേക്ക് അവരിത് കുറച്ച് ഷോർട്ടാക്കി. ചെറിയൊരു സീൻസിന്റെ ഒരു ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് സീൻസ് ഷോർട്ടാക്കി, പിന്നെ ഷോർട്ടാക്കി അത് ഷോർട്ട് ഫിലിമായി. സിനിമ കട്ട് ചെയ്ത് ഷോർട്ടാക്കി. അപ്പൊ ഈ സിനിമയുടെ പേരെന്തായിരുന്നു? സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ വലിയ നീട്ടുള്ള പേരായിരുന്നല്ലോ, അവളുടെ രാപ്പാടികള്. എന്നിട്ട് ഇപ്പൊ അത് അരയെന്നാക്കി. നമുക്കൊരു അതല്ലെന്ന് എന്റെ സിനിമയുടെ പേര് അരയെന്നാക്കിയത്. അത് ഷോർട്ട് ചെയ്തല്ല, അത് അങ്ങനെ ഷോർട്ട് ചെയ്ത് അരയെന്നാക്കി. നീ എന്ത് ചെയ്യണ്ട ബ്രോ? ഞാൻ AI-യുടെ ക്രിയേഷൻ അല്ലേ. എന്ത് സെറ്റ് സീൻ? ന്യൂജനൊന്നുമല്ല, AI പഴയ പണ്ടുണ്ട്. പണ്ട് ഇപ്പോഴത്തെ ക്രിയേഷൻ ആണ്. പിന്നെ ഇത് AI
അല്ലെന്ന് ആന്ന്. പണ്ടുകൊണ്ട് എവിടാ അപ്പോ ഇടിയപ്പൊക്കെ പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോ ഇടിയപ്പം ഉണ്ടാക്കണ പരിപാടിയാണ്. അതാണ് ക്രിയേഷൻ. അതിന്റെ ക്രിയേഷൻ ആണല്ലേ? ആ നമ്മ ഒന്നും പറയണ്ട. പഠിച്ച പഴയ കാലങ്ങളും അതും ഇതൊക്കെ ഓർത്ത് എടാ, നമ്മുടെ പഴയ കൂട്ടുകാരെ വല്ലവരും നീ കാണാറുണ്ടാ? ഞാനും നീ ഓർക്കണ്ട. സ്കൂളിൽ പഠിക്കുമ്പോ ഒരു പെണ്ണിനോട് ഐ ലവ് യു പറഞ്ഞിട്ട് എന്റെ ബ്രോ എന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? കേസായി, വഴക്കായി, വക്കാണോ ആയി. ദൈവം, നിനക്ക് അത്രയല്ലേ ഉണ്ടായുള്ളു. ആ. ഞാനൊരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുടാ? അവളെ എനിക്ക് കെട്ടണ്ടോന്ന്. അവളാണല്ലോ എന്റെ ഭാര്യ. എന്ത് മേടാണെന്നറിയാമോ? ആണോ? ആ ഇന്ന് ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ആലോചിച്ച. എന്താണ്? ബെഞ്ചണ്ടാ? ബെഞ്ചിങ് ബെഞ്ചടിക്കാറുണ്ടാ? എനിക്ക് മനസ്സിലായില്ല. ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ബെഞ്ചിങ് എന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? ഇല്ല. നിനക്കിപ്പോ ഓൾറെഡി ഒരു ഭാര്യ ഉണ്ടല്ല. എനിക്കൊരു ഭാര്യയുണ്ട്. എടാ, അവിടെ കൂടെ വേറെ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു ക്രിയേഷൻ അടിച്ചു വെക്കണം. ആ, അപ്പൊ എന്തെങ്കിലും ഇവിടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് തട്ടുകേട് വന്നാല് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യണം. അതാണ് കാരണം അങ്ങോട്ട് ചാറണം. അല്ല ബെഞ്ചിങ് അപ്പൊ സെറ്റ് ആവൂല, ബെഞ്ചിങ് ആവൂല. എടാ, സംഭവം ശരി. ബെഞ്ചിങ്ങുമായിട്ട് ഞാൻ അവളുടെ അടുത്ത് ചെന്നാലല്ല അവള് നല്ല പഞ്ചിങ്. അത് നടക്കൂല. ആ കുഷ്യനിങ് ആണ്. നിനക്ക് കുഷ്യനിങ് കേട്ടാ? കുഷ്യനിങ് ആണ്. ഈ കുഷ്യനിങ് പരിപാടി എങ്ങനെയാണ്? കുഷ്യനിങ് നമ്മൾ ചുറ്റും സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതെങ്ങനെ? ആവശ്യമുള്ള പോറങ്ങനെ വിളിക്കും. പിന്നെ നമ്മ pro അല്ലടാ. അതെ മിണ്ടില്ല, ഇതൊന്നും പറയില്ല. അതെ. മോളെ. നിങ്ങളുടെ മൂത്ത അമ്മാവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂത്തമ്മാവനാ? ആ തലക്ക് മൂത്തൊരു അമ്മാവനുണ്ട്. അങ്ങനെ വിളിച്ചിട്ടുണ്ട്. എന്താ? അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വരും, ഇന്ന് ഇവിടെ നിൽക്കും, നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന്. ഈ മാരണമൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിച്ചോന്ന് വന്നത്? നീ ഒരു കാര്യം ചെയ്യാം, അമ്മാവന് ഇവിടെ നിൽക്കണല്ലേ ആ റൂമൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി. എന്റെ നടുപൊടിയും. ഇവിടെ 90 വയസ്സുള്ള ഒരു കിളവനാണ്. തന്ത വൈബാണ്. ആണല്ലേ? ഈ എണ്ണയും കുഴമ്പും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കേറി വരും. വല്ല തീർത്ഥയാത്രക്ക് പോണ വഴിയായിരിക്കും. അതിനെ നിങ്ങൾ അടുപ്പിക്കല്ലേടാ. നമ്മ ആകപ്പാട് കണ്ടസ്റ്റൻസ് ആയി പോവും. അതായി പോവും. അതായി കഴിഞ്ഞാ പിന്നെ ഞാൻ ഇടക്ക് ഇംഗ്ലീഷ് പറയുമ്പോ ഇതാണ് ചിലപ്പോ സ്ലോ അടിക്കുന്നുണ്ട്. ഡാർക്ക് സീനാണ്. ഡാർക്ക് സീനായി പോകും. കുറച്ച് പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണോടാ. സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല, സ്പോക്കൺ ഇംഗ്ലീഷ്. സ്പോക്കൺ അത് പഠിക്കണം. പിന്നെ നീ ഒരു കാര്യം, എന്തിനാണ് ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണത്? ഫോർട്ട് കൊച്ചിയില്ലേ ആ ഒരു മതാമ്മ സീനായിട്ടുണ്ട്. സെറ്റായ ലവ് ബോംബ് പഠിച്ചേക്കണേ. ലവ് ബോംബ് പഠിച്ചേക്കണേ. ആർക്കും പറയില്ല നീ. സംഭവിക്കണല്ല. അപ്പൊ ഇതെങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയാണ്? നിനക്ക് ലാംഗ്വേജ് ഇല്ല? ലാംഗ്വേജിൽ പക്ഷെ വേറെ സീനുണ്ട്. നമ്മ വാട്സപ്പിൽ മലയാളത്തിൽ പറയും. അപ്പൊ അവിടെ ഇംഗ്ലീഷ് അടിക്കൂല. ഇപ്പൊ മംഗ്ലീഷ് ഉണ്ടല്ലോ. അങ്ങനെ വിടുവന്ന്? അങ്ങനെ വിടും. അല്ലടാ, അപ്പൊ പുള്ളിക്കാരിക്ക് കാണണമെന്ന് പറയുമ്പോ എന്ത് ചെയ്യും? നമ്മ വെട്ടത്തിയില്ല, പാത്തിരിക്കുള്ളൂ. വെട്ടത്തിയില്ല, മറന്നിരുന്ന കളിയാണ്. ഒളിച്ചിരുന്നുള്ള ഹൈഡിങ് ലവ് ആണ്. പിന്നെ നമ്മ പ്രായമായി ബോഡി ശ്രദ്ധിക്കണം. I'ma do it anyway. Turn the beat up, want to bad love. I'ma let you in real close. No, you don't do this. ഹായ് ബ്രോ. ഐബ്രോ വേണമെങ്കിൽ അവളോട് ചോദിക്കണം. അയ്യോ, എന്റെ മൂത്തമ്മാവൻ. എനിക്ക് മനസ്സിലായില്ല. അമ്മാവനോ അങ്ങനെ പറയണ അമ്മാവ ഇതെന്ത് വേഷമുള്ള അമ്മാവ? എടാ, ഞാൻ നിങ്ങളെ പോലെയല്ല. ഞാൻ ഇപ്പോഴും ജിമ്മാ. അതുപോലെ വിമു കലക്കി കൊടുക്കാവുന്ന തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. എന്റെ ചങ്കുബ്രോയാണ്. എന്റെ ചങ്കുബ്രോയാണ്. ഈ ബ്രോന്റെ ചങ്ക് ഞാൻ എടുക്കൂട്ടാ. അമ്മാവ എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫുള്ളല്ല, ഫുള്ള് ഫ്രീക്കന്മാരാണ്. സീനാണ്. സീനാണ് അടിപൊളിയാണ്. ഒരേ ഒരു തള്ള വൈബ് മാത്രമേ ഉള്ളൂ. എന്റെ ഭാര്യ കണ്ടു പറഞ്ഞൊരു നൈറ്റ് ഇട്ട് അതിനെ വിട്ട് കളയടാ തള്ള വൈബിനെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ. അമ്മാവാ, അമ്മാവൻ വല്ല തീർത്ഥയാത്രക്ക് പോകാനുള്ള പരിപാടിയാണ്. തീർത്ഥയാത്ര എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള യാത്ര. അങ്ങനത്തെ യാത്ര. അതാ ഉദ്ദേശിച്ചത് കേട്ടാ. പാസ്പോർട്ട് ഉണ്ടാ? ഇല്ല. അപ്പ ഗോവ. അത്രയുള്ള അതെ അതെ. അയ്യോ, എടാ, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടേ. അതിനകത്ത് ശ്രദ്ധിക്കണം കേട്ടോ ബ്രോ. നമ്മൾ ഈ എലഫന്റിനെ ഈറ്റ് ചെയ്യുമ്പോഴേ കൊമ്പടക്കല് തുമ്പിക്കൈ ഉണ്ടല്ലോ, അതുകൊണ്ട് പിടിച്ചു വലിച്ച് പുറത്തിട്ടാ മതി. ഏതാണ് ഇത്? ഞാൻ പറഞ്ഞല്ലോ എന്റെ ചങ്ക് ബ്രോയാണ്. അതെ, വിശന്നിട്ട് ചെറുകൂടല് വൻകൂടല തിന്നോണ്ടിരിക്കുക. എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കടാ. തിരിക്കാൻ പറ്റുവാ? അല്ല, ചെറുത് വലുതിനെ കഴിക്കൂലല്ലോ. വലുത് ചെറുതിനാക്കാൻ പറ്റുവാ? എന്റെ തത്തക്ക് ജീവനുണ്ടെങ്കിൽ കൊന്നോളി നിന്നെ. മനസ്സിലായോ? കൊക്കിനല്ലേ കൊക്കിനി? അത് കൊക്ക് ചത്തുപോയി, ഇപ്പൊ തത്തയാ. അങ്ങനെ പറഞ്ഞത് ഭയങ്കര. അമ്മാവന് ഇപ്പൊ എന്താണ് വിശക്കനുണ്ടാ? എടിയില്ലേ ആ എടി, അമ്മാവന് വിശക്കനുണ്ടെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. ഒരു 5 മിനിറ്റ് ഇപ്പൊ റെഡിയാവും.
5 മിനിറ്റ് കൊണ്ട് നിന്റെ തള്ള വൈബ് എന്തുണ്ടാക്കാനാടാ? അവള് വല്ല യൂട്യൂബിലൊക്കെ നോക്കി ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കും അതിനുള്ള ഇൻസ്റ്റാൾമെന്റ് ഉണ്ടായിപ്പാ അതൊക്കെ ഇല്ലെങ്കിൽ നമ്മ പെട്ടുപോയനെ. വൈബ് പറഞ്ഞുകൂടെ എന്നിട്ട് ഫ്രീക്കനാണെന്ന് പറഞ്ഞ് തോപ്പി. ശ്രദ്ധിക്കണം കേട്ടാ. അതെ, വിശന്നിട്ട് വയ്യ, ഒന്ന് എന്തെങ്കിലും പെട്ടെന്നാക്കാൻ പറ. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് പുറത്തു പോയി കഴിച്ചാലോ? അവള് ഉണ്ടാക്കി വരുമ്പോ സമയം ആ ഞങ്ങള് പുറത്തു പോയി കഴിച്ചിട്ട് വരാ. നീ അത് ശരിയാവൂല. നീ അയ്യോ റെഡിയായി 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 എന്നാണ്ടാ പറയണത്. ഫുഡ് റെഡിയാക്കി പിന്നെ കഴിച്ചിട്ട് പോവാല്ലോ. വിളിക്കാൻ പറയാം, കഴിക്കാം, നമുക്ക് കഴിക്കാം. വാ. അവള് റെഡിയായി എന്നാ പറയണത്. ആണല്ലേ? ആ എന്നാ എടുത്തോ, ഇങ്ങോട്ട് എടുത്തോ, റെഡിയായെങ്കിൽ ഇങ്ങോട്ട് എടുത്തോ. ആ. അയ്യോ ഇതൊക്കെ നില്ലല്ലേ? നീ എന്താണ് ഈ വേഷത്തില്? അതെ, നിങ്ങക്ക് മാത്രം ഫ്രീക്കായ മതിയാ, ഞാന് ഫ്രീക്കാവണ്ടേ? ഭക്ഷണം എടുക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ഫ്രീക്കായിട്ട് വരാൻ വേണ്ടിയായിരുന്നാ? റെഡിയാന്നിട്ട് ഫുഡ് അവിടെ. ഫുഡ് റെഡിയായി നല്ല പറഞ്ഞത്. ഔട്ട്സൈഡിൽ പോയി ഫുഡ് കഴിക്കാൻ ഞാൻ റെഡി ആയെന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിങ്ങളെ പോലെ ഫ്രീക്കായില്ലേ? ഫ്രീക്കായി. അപ്പൊ നമുക്ക് പോയാലോ? കം ഓൺ ബേബീസ്. Oh,